ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പിസ്താഷ്യയിൽ വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലില്ലെങ്കിലും ഒട്ടുമിക്കവരുടെ വീട്ടിൽ പിസ്താഷ്യൽ ഉണ്ടായിരിക്കും. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ കയ്യിൽ എന്തായാലും ഈ ഒരു പിസ്താഷ്യൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. കാർഡ്ബോർഡോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കട്ടിയുള്ള 2 പേപ്പറൊന്ന് ഒന്നിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബുക്ക് പേപ്പറോ A4 ഷീറ്റ് പേപ്പറോ എന്ത് വേണോ എടുക്കാം. അപ്പോൾ അതിൽ ഞാനൊരു ഗേളിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വരച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു പിക്ക് സെർച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ബെല്ലറിന ആർട്ടോ അങ്ങനെ എന്തെങ്കിലും ബെല്ലറിന എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്കാണ്. എന്നിട്ട് ആ ഒരു പേപ്പറിൽ വരച്ച് കൊടുത്ത പേപ്പറിനെ ആ ഒരു എടുത്തിട്ടുള്ള കാർഡ്ബോർഡോ കട്ടിയുള്ള പേപ്പറോ എന്ത് വേണോ എടുക്കാം അതിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഔട്ട്ലൈൻ ഇട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇതേ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു പിസ്താഷ്യൽ കൂടാഞ്ഞിട്ട് വേറെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ. കൂട്ടുകാരി, നമ്മൾ ആ ഒരു ബെല്ലറിന ഡോളിനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് മൊത്തത്തിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പിസ്താഷ്യൽ ഒട്ടിച്ചെടുക്കണം. ആ ഒരു പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിസ്താഷ്യൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചാൽ നല്ല ഭംഗിയാവുമെന്ന് തോന്നി. പക്ഷേ സംഭവം ഒട്ടിച്ച് നോക്കുന്നതിനേക്കാൾ വച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഈ കാണിക്കുന്നത് പോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ പിസ്താഷ്യയിലും ഇതുപോലെ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രോക്കിൻ്റെ അത്രയും പോർഷനിൽ, ആ ഒരു പാവാടയുടെ അത്രയും പോർഷനിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ഈ ഒരു ബെല്ലേരിന ഗേൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പെയിന്റ് അടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ അടിച്ചു കൊടുക്കാം. മെറ്റാലിക് കളർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാലിയായിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. അതുള്ളവർ അതെടുക്കുക. സെലോ ടാപ്പിൻ്റെ റോൾ ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആയിട്ടുള്ള, അതായത് ബാലൻസ് ആയിട്ടുള്ള, അതുള്ളവർ അതെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കാലിയായ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലിനെ മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ബോട്ടിൽ മൊത്തത്തിൽ അത് ഒന്ന് ചുറ്റി കൊടുത്തു. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ ആ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത് ഇതേ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പേപ്പറും കൂടെ ഒന്ന് അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡോളിനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്, ഇത്തിരി കട്ടിയുള്ള ഈ ഒരു പേപ്പർ. എന്നിട്ട് അതേ ആ ഒരു ബോട്ടിൻ്റെ അളവിലെടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വൈറ്റ് കളറിലുള്ള നമ്മളെ മാസ്കിൻ ടേപ്പ് എടുക്കുന്നുണ്ട്. മാസ്കിൻ ടേപ്പ് എടുത്തതിന് ശേഷം അതും ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് ഒട്ടിച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽ മൊത്തത്തിൽ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഈർക്കിലാണ്. ഈർക്കിലുള്ളവർ അതെടുക്കുക, ബാംബൂ സ്റ്റിക്ക് ഉള്ളവർ അതെടുക്കുക, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബെല്ലറിന, ഈ ഒരു ഡോളിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈർക്കിൽ അതിൻ്റെ പുറകു സൈഡ് വച്ചിട്ട് ഈ ഒരു മാസ്കിൻ ടേപ്പ് അതിൻ്റെ പുറകിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബോട്ടിലോട്ട് നമ്മുടെ ഈ ഒരു ഈർക്കിലൊന്ന് ഇൻസർട്ട് ചെയ്ത് വയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈർക്കിൽ ആ ഒരു ബോട്ടിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും അളവൊന്ന് ഞാനൊരു പെയിൻറ്റിൻ്റെ ഒരു ഇതിൽ ഒന്ന് അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ഈർക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കൂട്ടുകാരെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ഡോറിനെ അതിലോട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നും ഇരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് തെർമോക്കോള് കൂടെ ഒന്ന് വച്ചു കൊടുക്കുക, ശ്രദ്ധിക്കുക. ഞാനത് വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ഈ ഒരു വർക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.